ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയെ എത്തിയിരിക്കുന്നത് തളിപ്പറമ്പിലെ നിയുക്ത MLA ശ്രീ TK ഗോവിന്ദനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഹലോ മലയാളത്തിലേക്ക്. മാഷെ ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്ക് യു. 62 വർഷത്തെ പാർട്ടിക്ക് വേണ്ടിയുള്ള സമർപ്പിത ജീവിതമായിരുന്നു. അതിനുശേഷം പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന ബോധ്യത്തോടുകൂടി അത് തുറന്നു പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ടിറങ്ങി. പാർട്ടി കോട്ടയിൽ തന്നെ മത്സരിച്ചു. ഒടുവിൽ ആ പാർട്ടി കോട്ടയിൽ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു TK ഗോവിന്ദനാണ് ശരിയെന്ന്. ഈ സമയം അങ്ങക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയത്തിന് തളിപ്പറമ്പിലെ ജനങ്ങൾ അംഗീകാരം നൽകിയതിൽ ഏറെ സന്തോഷമുണ്ട്. അത് പാർട്ടിയെ തിരുത്തുന്നതിന് ഇടയാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ TK ഗോവിന്ദൻ, ഇപ്പം CPIM ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഇന്നിപ്പോൾ 11 മണിക്ക് ഇടതുമുന്നണി യോഗം ചേരാൻ പോവുകയാണ്. ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗം അസാധാരണമായിരുന്നു. 12-13 മണിക്കൂർ നീണ്ടുന്നു ആ യോഗം. ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾ ദുർബലമാണെന്ന് പാർട്ടി മനസ്സിലാക്കുന്നു. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത് താഴെത്തട്ടിൽ യോഗം ചേരണമെന്ന് തീരുമാനിക്കുന്നു. CPIM തിരുത്തുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഈ നേതൃത്വത്തിന് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? CPM തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിരുന്ന പല ഘട്ടങ്ങളിലും ഇതുപോലെ തിരുത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പല തെറ്റുതിരുത്തൽ ക്യാമ്പയിനുകളും CPM ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അനുഭവം ഈ തെറ്റുതിരുത്തൽ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു തിരുത്തലുകളും പാർട്ടി മുകളിൽ നിന്നോ താഴെ നിന്നോ നടത്തിയ അനുഭവം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇത് തിരുത്തും എന്ന് പറയുന്നത് ഈ പരാജയത്തിൽ നിന്ന് ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന കേവലം പാഴ്വാക്കായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. കാരണം ഇപ്പോഴ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എല്ലാവർക്കും തുറന്നു പറയാം, ധൈര്യസമേതം പറയാമെന്നാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതിനു മുമ്പേ ധൈര്യസമേതം പറയാൻ കഴിഞ്ഞിട്ടില്ല, അനുവദിച്ചിട്ടില്ല എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി പാർട്ടിയിൽ ധൈര്യസമേതം പറയാം എന്ന് പറയുന്നത് ഇതിനു മുമ്പേ ധൈര്യസമേതം പറയാൻ അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ധൈര്യസമേതം പറയാൻ സമയം കൊടുത്താൽ പോരാ, അനുവാദം കൊടുത്താൽ പോരാ. പറയുന്നത് കേട്ട് തിരുത്തൽ വരുത്താൻ നിങ്ങൾ തയ്യാറാവണം. അതിനവർ തയ്യാറുണ്ടോ? ഇപ്പോൾ ചില അനുഭവങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. താഴെക്കടൽ എല്ലാ ഘടകങ്ങളും അംഗീകരിക്കാത്ത തീരുമാനം പോലും അടിച്ചേൽപ്പിക്കുകയല്ലേ പാർട്ടി നേതൃത്വം ചെയ്തത്. അതിൻ്റെ ഫലമല്ലേ ഇവിടെ പയ്യന്നൂരും തളിപ്പറമ്പിലും എല്ലാം പാർട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു എന്നത് അംഗീകരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് പാർട്ടി അണികളോട് പറയേണ്ടത്. ഞാനും കുഞ്ഞികൃഷ്ണനും ഒക്കെ പറഞ്ഞ കാര്യം ശരിയായിരുന്നു സഖാക്കളെ, ഞങ്ങൾക്കാണ് പെശക് പറ്റിയത് എന്ന് പറയാൻ പാർട്ടി നേതൃത്വം തയ്യാറുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നിശ്ചയമായി ഞാൻ അതിലേക്ക് വരികയാണ്. പക്ഷേ അതിനു മുൻപ് അങ്ങ് തന്നെ അതിനെ ഉത്തരം പറയുകയും ചെയ്തു. കാരണം പാർട്ടി സെക്രട്ടറിയുടെ ഇന്നലത്തെ ആ ഒരു പ്രതികരണം, അത് അദ്ദേഹം പറഞ്ഞത് തന്നെ ഇനി മുതൽ എല്ലാവർക്കും സ്വതന്ത്രമായും സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും ഒക്കെ അഭിപ്രായം പറയാൻ അവസരം ഒരുക്കുമെന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നൊരു സംശയം വരുന്നത്, അപ്പോൾ ഇത്രയും നാൾ ആ പാർട്ടിയിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ എന്ന്. അതിന് ഇപ്പം അങ്ങ് മറുപടിയും പറഞ്ഞു. മാഷി, ഇപ്പോൾ ഈ പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ പാർട്ടിക്ക് അടിതെറ്റി. ധർമ്മടത്താണെങ്കിൽ 19,000 കുത്തനെ കുറഞ്ഞു പിണറായിയുടെ ഭൂരിപക്ഷം. പേരാവൂരിൽ ടീച്ചർ തോറ്റു. മട്ടന്നൂരിൽ കഷ്ടിച്ചു കൂടി. കൂത്തുപറമ്പിൽ നോക്കിയാൽ കൂത്തുപറമ്പിലെയും 2021 ഭൂരിപക്ഷം പകുതിയായിട്ട് കുറഞ്ഞു. ശരിക്കും കണ്ണൂരിൻ്റെ അടിത്തറ ഇളകിയോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. കണ്ണൂരിലെ പാർട്ടി CPMൻ്റെ ഇന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ പാർട്ടിയാണ് കണ്ണൂരിലെ പാർട്ടി. ആ കണ്ണൂരിലെ പാർട്ടിയാണ് ഈ നിലയിലുള്ള തകർച്ചയെ ഇപ്പോൾ നേരിട്ടത്. ഇതിന് കാരണം എന്താ? ഇതിന് ഈ കണ്ണൂർ ജില്ലയെ പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ളൊരു നേതൃത്വമല്ല കണ്ണൂർ ജില്ലാ നേതൃത്വം. ഇതുവരെ ഒരു പാർട്ടി സംഘടനയിൽ നയിക്കാത്ത ഒരാളെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഇങ്ങനൊരു പാർട്ടിയെ നയിക്കാൻ കഴിയില്ല. മാത്രമല്ല, കണ്ണൂരിൽ വളരെ പാരമ്പര്യമുള്ള രക്തസാക്ഷികളുടെയും നാടുവാഴിത്തത്തിനും ജന്മിത്തത്തിനും അതുപോലെ സാമ്രാജ്യത്തിനുമെതിരെ പൊരുതിയ പാരമ്പര്യമുള്ള ഒരു നാടാണ് ഈ കണ്ണൂർ. അതിൽ നിന്നാണ് കണ്ണൂരെ പാർട്ടി വളർന്നത്, ഈ പാർട്ടി നിലനിൽക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു പാരമ്പര്യമോ അല്ലെങ്കിൽ
അതിനനുസരിച്ച് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള കെൽപ്പുള്ളതോ ആയ ഒരു നേതൃത്വം അല്ല കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ തിക്തഫലമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇത് പുനഃപരിശോധിക്കാനും മാറ്റം വരുത്താനും പാർട്ടി നേതൃത്വം തയ്യാറാകുമോ? യെസ്, ഇപ്പം ഇന്നലെ അങ്ങും ഭാര്യയും കോടിയേരിയുടെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ടു. കോടിയേരിക്ക് ശേഷം വന്ന സെക്രട്ടറിമാർ ആ സ്ഥാനത്തിരിക്കാൻ പ്രാപ്തിയുള്ളവർ അല്ലെന്ന് തന്നെയാണോ അങ്ങയുടെ വിശ്വാസം? കോടിയേരിയാണ് ഈ ഘട്ടത്തിലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് കരുതാനുള്ള കാരണം എന്താണ്? അതെ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതായത് കോടിയേരി എന്ന് പറയുന്ന ഒരു നേതാവ് പാർട്ടിയുടെ അണികളെ ആകെ സ്നേഹിക്കുകയും പാർട്ടിയുടെ അണികളുടെ വിശ്വാസം ആർജിക്കുകയും ചെയ്തിട്ടുള്ളൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടാവും, പലപ്പോൾ സ്വാഭാവികമാണല്ലോ. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സംഘടനാ രീതി പാർട്ടിക്കുണ്ട്. എന്നാൽ അത്തരത്തിലുള്ളൊരു സംഘടനാ രീതി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല ഇപ്പോഴുള്ള നേതൃത്വം ശ്രമിച്ചത്. കോടിയേരി ആയിരുന്നെങ്കിൽ അത്തരം പ്രശ്നം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അവരെ അത് പരിഹരിക്കുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനും തെറ്റുപറ്റിയ സഖാക്കളാണെങ്കിൽ അവരെ തിരുത്തിപ്പിക്കുന്നതിനും നിറഞ്ഞ പുഞ്ചിരിയോടെ സമീപിച്ചുകൊണ്ട് അത്തരം നടപടിയിൽ കോടിയേരി ഉണ്ടാകുമായിരുന്നു. തികച്ച് സാങ്കല്പികമായ ഒരു ചോദ്യമാണെങ്കിൽ പോലും ജനങ്ങളെല്ലാം പറയുന്നത് അതുതന്നെയാണ്. കോടിയേരി ആയിരുന്നെങ്കിൽ ഈ ഗതി പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് തളിപ്പറമ്പ് ഉണ്ടാകുമായിരുന്നില്ല, പയ്യന്നൂർ ഉണ്ടാകുമായിരുന്നില്ല, അമ്പലപ്പുഴ ഉണ്ടാകുമായിരുന്നില്ല. കാരണം കോടിയേരി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നു. ഇപ്പോൾ തികഞ്ഞ ധാർഷ്ട്യത്തോടെയല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോയിട്ടുള്ളത്. ആ ധാർഷ്ട്യത്തിനെതിരായിട്ടുള്ളതാണ് കേരളത്തിലെ ഈ ജനവിധി എന്ന് ഇനിയെങ്കിലും ഈ ധാർഷ്ട്യമുള്ള നേതാക്കന്മാർ തിരിച്ചറിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം. അതുകൊണ്ട് കോടിയേരി എന്നത് പാർട്ടിയുടെ ഒരു വലിയ ആകർഷകത്വമുള്ളൊരു നേതാവായിരുന്നു കോടിയേരി. ജണികളുടെ ആകർഷകത്വമുള്ള നേതാവായിരുന്നു കോടിയേരി. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുഖഭാവമായിരുന്നു എന്നത് തിരിച്ചറിയാൻ ഇന്നത്തെ നേതാക്കൾക്കാവണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ നിന്നത്, ഇപ്പം ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കം പാളി എന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നുണ്ട്. ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ പല അംഗങ്ങളും ആ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം ഈ തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ പേര് വന്നതും ആ സ്ഥാനാർത്ഥിയുമാണല്ലോ അങ്ങേപ്പോലും പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചൊരു കാര്യം. ഇപ്പം അങ്ങ് പാർട്ടി വിട്ടത് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥം കൊണ്ടാണ്. അപ്പം ആ ഒരു സമയം വന്ന ഘട്ടത്തിൽ അത് മറ്റാരും അത് സംസാരിച്ചില്ലേ? ആന്തൂർ വിഷയമടക്കം പാർട്ടിയിൽ ആ ഘട്ടത്തിൽ ഇപ്പം അങ്ങ് ഇങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ, അതായത് ഇങ്ങനെ ഒരു കീഴ്വഴക്കം പാർട്ടിക്ക് ശരിയല്ലല്ലോ, അങ്ങനെ പറഞ്ഞപ്പോൾ അത് മറ്റാരും സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ലേ? എല്ലാവരും പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളും ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തതാണ്. ആരും അംഗീകരിച്ചിട്ടില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വരും എന്ന് പാർട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഈ മുന്നറിയിപ്പോ എതിർപ്പോ പാർട്ടി നേതൃത്വം പരിഗണിച്ചില്ല. അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. താഴെ തലത്തിലുള്ള പാർട്ടി മെമ്പർമാർ ഉൾപ്പെടെ സ്ഥാനാർത്ഥിക്കെതിരെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെങ്കിൽ അന്ന് അവർ തിരുത്താൻ തയ്യാറാവേണ്ടതായിരുന്നു. ആ തിരുത്തലിന് അവർ തയ്യാറായില്ല. ഇത് പാർട്ടി തീരുമാനമാണ്, അനുസരിച്ചോളണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രതികാരമാണ് തളിപ്പറമ്പിലെ ജനത പാർട്ടിക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ മാഷെ, ഇപ്പം അങ്ങ് പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധം ഉപേക്ഷിച്ചാണ് UDF-ലേക്ക് എത്തിയത്. ഇന്നും അങ്ങ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങയുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോഴും അങ്ങ് പാർട്ടിക്കോ അതല്ലെങ്കിൽ ആ പാർട്ടി ഉയർത്തുന്ന ആശയത്തിനോ എതിരല്ല, പാർട്ടിയിലെ നേതാക്കൾ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾക്കെതിരെയാണ് അങ്ങയുടെ വിയോജിപ്പ്. പാർട്ടി എന്തെങ്കിലും തിരുത്തുകയാണെങ്കിൽ ഒരു തിരിച്ചുപോക്കുണ്ടാകുമോ? പാർട്ടി തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാനത് പറഞ്ഞല്ലോ, എൻ്റെ 10-60 കൊല്ലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ പാർട്ടി തിരുത്തും എന്ന് പറഞ്ഞതല്ലാതെ ഒരു തിരുത്തിയ അനുഭവം എൻ്റെ മുമ്പിലില്ല. പിന്നെ ഇപ്പോൾ തിരുത്തും, എല്ലാവർക്കും തുറന്ന അഭിപ്രായം പറയാം എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് ഈ പരാജയത്തിൽപ്പെട്ട് നിരാശ പൂണ്ട് കിടക്കുന്ന പാർട്ടി അണികളെ അവിടെ തൽക്കാലം ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞ വെറും പാഴ്വാക്കളായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു തിരിച്ചുപോക്കിൻ്റെ പ്രശ്നം ഇവിടെ വരുന്നില്ല. പാർട്ടി തിരുത്തട്ടെ, പാർട്ടി തിരുത്തി നല്ലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് വന്നാൽ ആ പാർട്ടിക്ക് ഭാവി ഉണ്ടാവും. പക്ഷേ അങ്ങനെ തിരുത്തും എന്ന പ്രതീക്ഷ എനിക്കില്ല. എൻ്റെ അനുഭവം അതാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരുമെന്ന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ഈ തിരുത്തിയത് മതിയാകില്ല എന്നാണോ അങ്ങ് കരുതുന്നത്? മറ്റൊന്ന്, പിണറായിയും ഗോവിന്ദൻ മാഷും മാറി നിന്നാൽ പാർട്ടി തിരുത്തപ്പെടുമോ? പുതിയൊരു നേതൃത്വം വരുന്നത് നന്നാകും CPM-ന്, അങ്ങനെയാണോ അങ്ങയുടെ തോന്നൽ?
പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് CPM ആണ്. അതിലെനിക്ക് അഭിപ്രായത്തിന് ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് അതിലേക്ക് അതിന് അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറുമല്ല. മറിച്ച് മറ്റ് പറഞ്ഞ കാര്യങ്ങളിൽ അതടുത്ത താങ്കളുടെ ചോദ്യം എന്തായിരുന്നു? ഇപ്പോൾ നിലവിൽ താങ്കളുടെ ചോദ്യം എന്തായിരുന്നു? ഞാൻ ചോദിച്ചത് ഇപ്പം ഈ പിണറായിയും ഗോവിന്ദൻ മാഷും മാറി നിൽക്കുകയാണെങ്കിൽ പാർട്ടി തിരുത്തപ്പെടുമോ മാറ്റത്തെക്കുറിച്ച് അതെ, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ധാർഷ്ട്യം നിറഞ്ഞ നേതൃത്വം മാറണം, എന്നിട്ട് ജനകീയ മുഖമുള്ള നേതൃത്വം വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പാർട്ടി ചിന്തിക്കുമോ എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. പക്ഷേ ഇപ്പം അങ്ങ് ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തൊക്കെ പറഞ്ഞ് അതിനുശേഷം അങ്ങ് പാർട്ടി വിട്ട് വന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എല്ലാ മാധ്യമങ്ങൾക്കും ഇൻ്റർവ്യൂ നൽകുകയൊക്കെ ചെയ്തത്. അപ്പോൾ അന്നും അദ്ദേഹത്തോടും മാത്രമല്ല ഈ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന CPM-ൻ്റെ അണികളൊക്കെയും അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്നവരൊക്കെയും പറഞ്ഞ കാര്യം PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അങ്ങനെ മോശമായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഈ പറയുന്ന പോലെ MV ഗോവിന്ദൻ്റെ ഭാര്യ എന്നുള്ള കാര്യം നിങ്ങൾ കണക്കാക്കുകയും വേണ്ട. അവർ വന്ന വഴി മാത്രം നോക്കിയാൽ മതി, അവർ എങ്ങനെ ഇവിടേക്ക് എത്തി എന്നത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് പ്രതിരോധിച്ചു കൊണ്ടിരുന്ന ആളുകളടക്കം ഇപ്പോൾ പാർട്ടിക്കെതിരെ പറയുകയാണ് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം പാളിയെന്ന്. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കണമെങ്കിൽ ആ പാർട്ടിക്കുള്ളിൽ ഒരു ജനാധിപത്യ സംവിധാനം ഇല്ലേ മാഷെ? അങ്ങനെ വേണോ നമ്മൾ കരുതാൻ? പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയിൽ ഒരു ഘടകവും അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥിയാണ് ഈ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അതിൻ്റെ പ്രതിഷേധമാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രകടിപ്പിച്ചത്. അവർ തിരുത്താൻ തയ്യാറില്ല. ഇത് അങ്ങനെയുണ്ടെങ്കിൽ ഈ ഘടകങ്ങളിൽ നിന്നെല്ലാം എതിർപ്പ് ഉയർന്നു വന്നാൽ പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യത്തിന് അല്പെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിത്വത്തെ പുനഃപരിശോധിക്കേണ്ടതായിരുന്നു. അങ്ങനെ പുനഃപരിശോധിക്കാൻ അവർ തയ്യാറായിട്ടില്ല, അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിൻ്റെ പിന്നിൽ പല താല്പര്യവും, വ്യക്തി താല്പര്യമുണ്ട്, കുടുംബ താല്പര്യമുണ്ട് എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഞാൻ കരുതുന്നത്. ഇത്രയേറെ എതിർപ്പുണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു പുനരാലോചന പാർട്ടി നേതൃത്വം നടത്തിയില്ല എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ പാർട്ടി വിട്ടിട്ട് ഇനിയിപ്പോൾ നിയുക്ത MLA-യുടെ പ്രതീക്ഷകളിലേക്ക് വരികയാണ്. എന്തൊക്കെയാണ് അങ്ങയുടെ പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ വികസനം അത് എല്ലാ പ്രദേശത്തും എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവിടെ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ടേമിലുണ്ടായിട്ടുള്ളത് വികസനങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകമോ തീരുമാനിച്ചിട്ടല്ല അതൊക്കെ നടക്കുന്നത്. MLA, അയാളുടെ കുടുംബം, അയാളുടെ ചുറ്റിപ്പറ്റി കഴിയുന്നൊരു കോക്കസ്, അവരാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. എവിടെയാണ് എന്താണ് വേണ്ടതെന്ന് അതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം, അവിടുത്തെ പാർട്ടിക്കും അറിയാം. ഇതെല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്ന് വെച്ച് തീരുമാനിക്കപ്പെടുന്നതാണ്. പാർട്ടിക്ക് അതിലൊരു റോളുമില്ല എന്ന് അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് അറിയാം, മണ്ഡല കമ്മിറ്റിക്കും ഒക്കെ അറിയാം. പക്ഷേ ആരും പറയാൻ ധൈര്യപ്പെടില്ല, ആരും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടില്ല. ആ ധൈര്യക്കുറവാണ് അത്തരമൊരു തീരുമാനത്തിലെത്തിക്കാൻ ഇടയായിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എല്ലാ തളിപ്പറമ്പിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതെല്ലാ കാര്യങ്ങളും വിപുലമായി ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടാണ് തീരുമാനിക്കുക. അതിന് പറ്റുന്ന രീതിയിലുള്ള എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു വികസന സമിതിയും ഒരു ജനകീയ സമിതിയും ഞാൻ മണ്ഡലത്തിൽ ഉണ്ടാക്കണം എന്നാലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളെ പരിഗണിക്കണം. അതുപോലെ തന്നെ വികസനം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കാനുള്ളതല്ല, അത് മണ്ഡലത്തെ ആകെ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനമായിരിക്കണം നടക്കേണ്ടത്. അതിനെ നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച ഒരു വികസന നയമാണ് ഞാൻ എൻ്റെ പ്രകടന പത്രികയിലൂടെ ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ ഇപ്പം അങ്ങ് ശരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഇങ്ങനെ ഒരു തിളക്കമാർന്നൊരു വിജയം അങ്ങ് ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? കാരണം വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന ഘട്ടത്തിൽ പോലും അങ്ങക്ക് ദുരനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. പാർട്ടിക്ക് ഇവിടെ പോയി മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പാർട്ടിയും പാർട്ടി അനുകൂലിക്കുന്നവരുമൊക്കെ ഒരു ഘട്ടത്തിൽ മാത്രം, എനിക്ക് തോന്നുന്നു ഈ തിരഞ്ഞെടുപ്പ് വിധി വരുന്ന ഘട്ടം വരെ പുച്ഛിച്ചിരുന്നു, അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. ഒടുവിൽ റിസൾട്ട് വന്നപ്പോഴാണ് അവിടെ ഒരു തിളക്കമുള്ള വിജയം അങ്ങക്ക് ലഭിച്ചത്. അപ്പോൾ അങ്ങ് ശരിക്കും ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പല സഖാക്കളും
എന്നോടൊപ്പം പ്രവർത്തിച്ചവരും പാർട്ടിയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പല സഖാക്കളും തളിപ്പറമ്പിൽ മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പല സഖാക്കളും എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. നിങ്ങളെങ്കിലും ഈ ധൈര്യം കാണിച്ചല്ലോ, നിങ്ങളെങ്കിലും ഇത് പറയാൻ തയ്യാറായല്ലോ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ച നിരവധി പാർട്ടി നേതാക്കൾ ഈ പാർട്ടിയിലുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ആവേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തളിപ്പറമ്പിലെ പാർട്ടി സഖാക്കൾ, പാർട്ടി അണികൾ എനിക്ക് പൂർണ്ണമായും പിന്തുണ നൽകാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച വിജയമാണ്, അതിൽ കവിഞ്ഞ വിജയമാണ് എനിക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രതീക്ഷിച്ച വിജയമാണ്. പക്ഷേ ഇപ്പം സർക്കാർ രൂപീകരണ ചർച്ചകളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. ഈ എല്ലാവർക്കും അർഹമായ പ്രാതിനിധ്യം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ്, മാത്രമല്ല AICCയുടെ നിരീക്ഷകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. 2-3 പേരുടെ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നു. ഇപ്പം കോൺഗ്രസ് പാർട്ടിയുടെ കാര്യമാണ്, അവർ ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കും എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ്, അങ്ങേക്ക് ആരെങ്കിലും ഒരാളുടെ പേര് പറയുന്നുണ്ടോ? ആര് മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നൊരു താല്പര്യം അങ്ങേക്കുണ്ടോ? അല്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ഞാൻ UDFൻ്റെ പിന്തുണയോടുകൂടി ജയിച്ച ഒരു MLA ആണ്. അപ്പോൾ UDFൻ്റെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് പാർട്ടി ആരെയാണോ തീരുമാനിക്കുന്നത് ആ തീരുമാനിക്കുന്ന ആളെ പിന്തുണക്കുക എന്നുള്ളതാണ് UDFൻ്റെ പിന്തുണയോട് ജയിച്ച ഒരു MLA എന്നുള്ള നിലക്ക് എൻ്റെ ബാധ്യത. ആ ബാധ്യത ഞാൻ നിർവഹിക്കും. ആരെയാണോ കോൺഗ്രസ് പാർട്ടി അവരുടെ വ്യവസ്ഥാപിത രീതികൾ വെച്ച് തീരുമാനിക്കുന്നത് ആ തീരുമാനിക്കുന്നവരെ പിന്തുണക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഓക്കെ, മാഷി അവസാനമായിട്ടൊരു കാര്യം കൂടി. ഇപ്പോൾ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയുള്ളൊരു സമർപ്പിത ജീവിതമായിരുന്നു അങ്ങയുടേത്. ഒടുവിൽ പാർട്ടി തിരുത്തണമെന്ന് പറഞ്ഞ് അതിൽ നിന്നും പുറത്തേക്കിറങ്ങി പാർട്ടി കോട്ടയിൽ മത്സരിച്ച് വിജയിച്ച് ഇപ്പോൾ പാർട്ടി തന്നെ പറയുന്നു ഞങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് ആ പാർട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങേക്ക് പാർട്ടി സെക്രട്ടറിയോട് എന്താ പറയാനുള്ളത്? അല്ല, പാർട്ടി സെക്രട്ടറിയോട് ഇപ്പം ഞാൻ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ലല്ലോ. ഞാൻ പാർട്ടിയിൽ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളാണ്. ഇല്ലാത്ത ഒരാൾ ആ പാർട്ടി സെക്രട്ടറിയോട് പറയുന്നതിന് കാര്യമില്ല. പാർട്ടി സെക്രട്ടറിയോട് കേരളത്തിലെ ജനങ്ങളാകെ പറഞ്ഞു, പാർട്ടി നേതാക്കന്മാരോടാകെ പറഞ്ഞു, CPM നേതൃത്വത്തോട് കേരളത്തിലെ ജനങ്ങളാകെ പറഞ്ഞു, നിങ്ങൾ തുടരുന്ന നിലപാട് തെറ്റ്, നിങ്ങളത് തിരുത്തണം എന്ന് ഈ കേരളത്തിലെ ജനങ്ങളാകെ പറഞ്ഞു. അതാണ് പാർട്ടി സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളത്. തിരുത്തൽ നടപടി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പാഠം ഈ കേരളത്തിലെ ജനങ്ങൾ CPMന് നൽകിയ ഈ താക്കീത്തുണ്ട്. ഈ താക്കീത്ത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്കാവുമോ? അത് ഉൾക്കൊണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്കാവുമോ? അല്ല, ഈ ധാർഷ്ട്യവും ഈ ശരീരഭാഷയും ഈ ഭാഷയും തുടർന്നു പോകാനാണോ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച്, ആ നേതൃത്വത്തെക്കുറിച്ച് പരിതപിക്കാനേ എനിക്ക് സാധിക്കും. ശരി, അപ്പോൾ മാഷെ, അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇനിയുള്ള അടുത്ത 5 വർഷക്കാലം നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ, MLA ആയി തിളങ്ങാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുക കൂടിയാണ്. താങ്ക് യു. ഓക്കെ.